ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ മഴമറയ്ക്കുള്ളിൽ നമ്മൾ മൂന്നാമത്തെ ക്രോപ്പിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഇതിന് മുന്നേ 2 ടൊമാറ്റോ ക്രോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്രോപ്പ് കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പരാജയത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെ ചാനൽ ഇട്ടിട്ടുണ്ട്, കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ചൂടായിരുന്നു ആ സമയത്ത് വില്ലൻ. അപ്പോൾ ചൂട് കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രണ്ടാമതൊരു ക്രോപ്പ് ഇട്ടു. അതും ടൊമാറ്റോയാണ്. അത് ഓക്കെ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്രോപ്പിന് റെഡി ആവുകയാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം ടൊമാറ്റോ ഇട്ടെങ്കിൽ ഇപ്രാവശ്യം വേറൊരു വിളയായിരിക്കും ഇപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. നമ്മൾ പഴയ പ്ലാൻസൊക്കെ മാറ്റി ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാൻ മുന്നേ ഞാൻ സന്തോഷ്. ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, പിന്നെ അതിനൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെ വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിരിക്കും. ഇതുപോലെ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുന്നത്. നമ്മൾ കേരളത്തിൽ കാണുന്ന മഴമറ, പോളിയോസസ്, നെറ്റ് ഹൗസസ്, ഇതിനകത്തൊക്കെയുള്ള പ്രധാന പ്രശ്നം ചൂടാണ്. അത്യാവശ്യം നല്ല ചൂട് പിടിക്കുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇതിനകത്തുള്ള ടെമ്പറേച്ചർ 38-40 ഡിഗ്രി വരെയൊക്കെ വരാറുണ്ട്. നമ്മുടെ ഈ ഒരു പോളി ഹൗസിനകത്ത് കഴിഞ്ഞൊരു കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ട്രെൻഡ് അതാണ്. ഇതിന് കാരണം നമ്മുടെ മഴമറയുടെ ഡിസൈനാണ്. ആക്ച്വലി നമ്മുടെ ഈ ഒരു മഴമറ നമുക്ക് കിട്ടിയത് സർക്കാരിൻ്റെ സബ്സിഡിയോട് കൂടിയാണ്. അപ്പോൾ ഒരു ഏജൻസി വന്നിട്ട് നമുക്ക് ഈ ഒരു റെയിൻ ഷെൽട്ടർ പണിത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നോർമലി അവർ ഉപയോഗിക്കുന്ന സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ ഹൈറ്റൊന്നും ഇത്രയും ഉണ്ടാകത്തില്ല. ഒരു 3 മീറ്റർ 4 മീറ്റർ എന്താണ്. പക്ഷേ ഞാനതിനെ പറയിച്ച് 2 മീറ്റർ കൂടെ എക്സ്ട്രാ ഹൈറ്റിലാണ് ഇത് ചെയ്തത്. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റും കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഡിസൈൻ്റെ കേസാണ്. നമ്മളിപ്പോഴും മഴമറ അല്ലെങ്കിൽ പോളിയോസ് ഡിസൈൻ ചെയ്യുമ്പോഴേക്കും പ്രധാനമായിട്ട് ഇതിൻ്റെ ഹൈറ്റ്, റൂഫിൻ്റെ ഹൈറ്റ് ശ്രദ്ധിക്കേണ്ടതാണ്. എത്രത്തോളം ഹൈറ്റിൽ നമുക്ക് വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം താഴോട്ട് വരുന്ന ടെമ്പറേച്ചർ, ചൂട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം പോളിയോസസ് അല്ലെങ്കിൽ റെയിൻ ഷെൽട്ടേഴ്സ് കെട്ടുന്ന ആൾക്കാർ ഹൈറ്റിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റൂഫിൽ കൊടുക്കുന്ന സ്ലോപ്പാണ്. സ്ലോപ്പ് പ്രധാനമായിട്ട് ഇതിനകത്ത് പായൽ പിടിക്കുന്ന ഒരു കേസ് ഉണ്ടല്ലോ, റൂഫിനകത്ത് പായൽ പിടിക്കുന്ന കേസ്. പായൽ പിടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ലൈറ്റ് കുറയും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മഴമറയ്ക്കുള്ളിൽ ഫുള്ള് പായൽ പിടിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സ്ലോപ്പ് കൂടുന്നതനുസരിച്ച് ഇതിനകത്ത് വീഴുന്ന മഴവെള്ളം പെട്ടെന്ന് ഉണങ്ങിപ്പോവുകയും പായൽ പിടിക്കാനുള്ള ആ ഒരു ടൈം ചിലപ്പോൾ ഇതിപ്പോൾ 3 വർഷമായപ്പോൾ തന്നെ നല്ല പായൽ പിടിച്ചു. കുറച്ചുകൂടെ സ്ലോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു 2-3 വർഷം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഇതിനകത്ത് ഈ രീതിയിലുള്ള പായൽ പിടിക്കുക എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ സ്ലോപ്പ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത് ഇതിൽ നിന്ന് ചൂട് പിടിക്കുന്ന വായു പുറത്തേക്ക് പോകാനുള്ള ഒരു വെൻറ്റിലേഷൻ സിസ്റ്റം വേണം. നമ്മുടെ ഈ മഴമറ കറക്റ്റ് ഇത് ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ചൂട് പിടിക്കുന്ന വായു എപ്പോഴും ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് വന്നിങ്ങനെ കെട്ടി നിൽക്കും. അതിന് എസ്കേപ്പായി പോകാനുള്ള വഴിയൊന്നുമില്ല. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ടത് മേളിലൊരു വെൻറ്റിലേഷൻ, അതായത് സോ ടൂത്ത് എന്ന് പറഞ്ഞൊരു ഡിസൈൻ ഉണ്ട്. മേളിൽ 2 റൂഫ് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിനിടയിൽ കൂടെ ചൂട് പിടിക്കുന്ന വായു പുറത്ത് പോകുന്നൊരു ഡിസൈനുണ്ട്. അതാണ് നമുക്ക് അനുയോജ്യം. അതും കാറ്റിൻ്റെ ഡയറക്ഷനൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഒരു നല്ല രീതിയിൽ പോളിഹൗസസൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇതിലകത്തൊക്കെ നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. ഒരു നല്ലൊരു ഏജൻസി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് നമുക്ക് കേരളത്തിന് ഒരുവിധം ഓക്കെ ആവുന്ന രീതിയിലുള്ള പോളിഹൗസസ് അല്ലെങ്കിൽ റെയിൻ ഷെൽട്ടേഴ്സ് അവർ പണിത് തരും. ആ രീതിയിൽ മാത്രമേ ചെയ്യാവൂ. പിന്നെ ഈ റെയിൻ ഷെൽട്ടറിനുള്ളിൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് കുറയ്ക്കാനായിട്ട് ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ ഗ്രീൻ നെറ്റാണ്, കംപ്ലീറ്റ് കവേർഡ് അല്ല, ഗ്രീൻ നെറ്റാണ്. അപ്പോൾ അത്യാവശ്യം സൈഡിൽ കൂടുതലുള്ള വെൻറ്റിലേഷൻ കിട്ടുന്നുണ്ട്. എന്നാലും മേളിൽ നിന്ന് വരുന്ന ചൂട് കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല. നമ്മൾ മണ്ണിലാണ്, അതായത് റെയിൻ ഷെൽട്ടറിനകത്തോ പോളിയോസിനകത്തോ മണ്ണിലാണ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. ചെടികൾ ഒരുവിധം റെസിസ്റ്റ് ചെയ്തോളും. സ്ട്രെസ് ഉണ്ടാവും, എന്നാലും ഒരുവിധം ചൂടിൻ്റെ ഫ്ലക്ച്വേഷൻസ് റെസിസ്റ്റ് ചെയ്തോളും. പക്ഷേ ഹൈഡ്രോപോണിക്സിൻ്റെ കേസിൽ അതല്ല. ന്യൂട്രിയൻസ് ചൂട് പിടിക്കുന്ന കേസസ് തൊട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ ചൂട് കാരണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മുന്നത്തെ വീഡിയോയിലെല്ലാം ഞാൻ പറയുന്നത് ഇതിനകത്തുള്ള ചൂട് കുറയ്ക്കുന്ന കേസസാണ്. നമ്മളിതിനകത്ത് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്, അതായത് ഫോക്കിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് 1 മണിക്കൂറിലൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡൊക്കെ അത് ഫയറായിട്ട് ഓഫായി പോകുന്നൊരു സെറ്റപ്പ് ഓട്ടോമാറ്റിക് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം 100-100 നിൽക്കുന്നത് സ്ഥിരമായിട്ടും. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടി കഴിയുന്നതിന് കൂടെ നമ്മൾ ഈ ഫോഗർ സിസ്റ്റത്തിൽ വെള്ളം കൂടെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് വീണ്ടും ഇതിനകത്തുള്ള ആ ഹ്യൂമിഡ് കണ്ടീഷൻസിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്തായാലും പ്ലാന്റ്സിന് ഹ്യൂമിഡിറ്റി പ്ലസ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പ്ലാന്റ്സിനകത്ത് ഫ്ലവർ ഫ്രൂട്ട് ആവാനുള്ള ടെൻഡൻസി കുറയുന്നുണ്ട്. പിന്നെ ഫംഗസ് പോലുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഈ റെയിൻ ഷെൽട്ടർ ഡിസൈനിൽ നമുക്കിനി ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഷീറ്റ്, ഇത് ഷെയ്ഡ് നെറ്റാണ്.
സിൽവർ കളറാണ്, അലുമിനിയം അല്ല, നമ്മുടെ വെള്ളയോ അല്ല അലുമിനിയം അല്ല, സിൽവർ കളറിലുള്ള ഷെയ്ഡ് നെറ്റാണ്. കണ്ടില്ലേ, ഞാൻ ഓർഡർ ചെയ്തത് 30% ഷെയ്ഡുകളുള്ളതാണ്, പക്ഷേ എനിക്ക് കിട്ടിയത് 50% ഉണ്ട്. കുറച്ച് ഷെയ്ഡ് കൂടുതലാണ്. പിന്നെ നമ്മുടെ റൂഫിൽ നല്ലോണം പായലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇടുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളിലേക്കുള്ള ലൈറ്റ് കുറയും. അപ്പോൾ ഞാൻ 2 കാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മേളിലുള്ള പായൽ എന്തായാലും ക്ലീൻ ചെയ്യണം, അടുത്ത ക്രോപ്പിനുള്ളിൽ ഫുൾ ക്ലീൻ ചെയ്യണം. രണ്ടാമത്, ഇത് ആവശ്യമുള്ള സമയത്ത് മാത്രം ക്ലോസ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിനകത്ത് ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഒരു 11 മണിക്ക് ശേഷം ഇത് ക്ലോസ് ആയിട്ട് ഒരു 3 മണിയാകുമ്പോഴേക്കും ഇത് വീണ്ടും ഓപ്പൺ ആവുന്ന രീതിയിൽ ഒരു മോട്ടറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അത് വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ മേളിൽ വിരിക്കുക എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ ഷെയ്ഡ് നെറ്റ് നമ്മുടെ റൂഫിൻ്റെ മേളിലിടുന്നതാണ് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഈ സ്ട്രക്ചറിൽ മേളിലോട്ട് ഇടുന്നതിന് വീണ്ടും എനിക്ക് വെൽഡേഴ്സിനൊക്കെ വിളിച്ചിട്ട് സ്റ്റാൻഡും പൈപ്പൊക്കെ വെക്കേണ്ടതുണ്ട്. അപ്പോൾ തൽക്കാലം ഇതിനകത്ത് ആൾറെഡി ഷെയ്ഡ് നെറ്റ് ഇടേണ്ട സെറ്റപ്പിന് കുറുകെയൊക്കെ കമ്പികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മേളിലോട്ട് ഇട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് മെഷർ ചെയ്യേണ്ട സെൻസേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ലൈറ്റ് സെൻസ് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ക്രോപ്പിൽ എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ഡിഫറൻസ് എന്നുള്ളത് നമുക്കൊരു 6 മാസം കഴിഞ്ഞിട്ട് അറിയാൻ പറ്റും. പുതിയൊരു വീഡിയോയിൽ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സമയം കളയാണ്ട് നമ്മളിതിൻ്റെ ബാക്കി പരിപാടി, അതായത് ഇതിൻ്റെ മേളിലോട്ട് വിരിക്കുന്ന പരിപാടി തുടങ്ങാൻ പോവുകയാണ്. ഈ ഷെയ്ഡ് നെറ്റ് 50 മീറ്ററിൻ്റെ റോളായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇതിനകത്തിപ്പോൾ എൻ്റെ റെയിൻ ഷെൽട്ടറിനകത്ത് 14 മീറ്ററാണ്. 14 28 മീറ്റർ മതി. ബാക്കി പകുതി എക്സ്ട്രാ വരുന്നതാണ് ഞാനിവിടെ വെച്ചേക്കും, വേറെ എവിടെയെങ്കിലും യൂസ് വരുമ്പോഴേക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ റെയിൻ ഷെൽട്ടർ 7 മീറ്ററാണ് ഇതിൻ്റെ വീതി. എന്നിട്ട് 2 സെഗ്മെൻറ്റാണ്, നടുക്കൂടെ തൂണൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ 2 ഷീറ്റ്, അതായത് വലത്തുനിന്ന് സെൻറ്ററിലോട്ടും ഇടത്തുനിന്ന് സെൻറ്ററിലോട്ടും വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ. ഇതൊരു 4 മീറ്ററാണ്. അപ്പോൾ ഏകദേശം ഒരു 3.5 മീറ്റർ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഈ സൈഡിലേക്കിങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെ ചുരുട്ടി വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. 4 മീറ്റർ വീതിയാണ് ഈ ഒരു ഷീറ്റിൻ്റെ. അത് നമ്മുടെ 3.5ക്ക് കറക്റ്റായിരിക്കും. 2 റോ 2 സൈഡിലായിട്ട് ഇടുന്നുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് കറക്റ്റ് ലെവലൊന്നുമില്ല. ആദ്യം നമ്മൾ ചെയ്യണത് ഇതിനൊന്ന് ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്പൊക്കെ ഇട്ടിട്ട് മുകളിലത്തെ വയറിൽ ഇതിന് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉണ്ടല്ലേ, ഇത് ലെവലല്ല. അപ്പോൾ ആദ്യം തന്നെ ലെവലായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഞാനിത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു സോൾഡറിങ് അയണാണ്. ഇതാകുമ്പോഴേക്കും കട്ടിങ്ങും ആ ഒരു ഉരുകി ഓട്ടുന്ന രീതി ഒന്നിച്ച് നടന്നോളൂ, അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചൂടാക്കി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ നൂലിങ്ങനെ ഇളകി വരുന്ന ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മളതിനെ 2 മടക്കി ക്ലിപ്പിട്ടാണ് വയ്ക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇളകി പോകുന്നൊന്നുമില്ല. ഇങ്ങനെ നമുക്കിതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിനെ റൂഫിൽ അറ്റാച്ച് ചെയ്യുന്നത് ഈ ഒരു വയർ വെച്ചിട്ടാണ്. ഇത് നമ്മുടെ സാധാരണ പച്ച നിറത്തിലുള്ള കമ്പിയില്ലേ, സ്റ്റേ വയർ, അതിൻ്റെ ഒരു വേറെ ടൈപ്പാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ടെൻഷനുള്ളതാണ്. കൂടാതെ ഇതിൻ്റെ ഈ സ്ലീവ് ഔട്ടറിലൊരു കോട്ടിംഗ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മിനുസമുള്ളതാണ്. നമ്മൾ ഈ ഷെയ്ഡ് നെറ്റ് ഓപ്പണും ക്ലോസും ചെയ്യണം. അപ്പോൾ ഇതിനകത്തൂടെ ഒരു സ്ലൈഡർ ഈസിയായിട്ട് സ്ലൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മിനുസമുള്ള രീതിയിലുള്ള ഒരു കോട്ടിംഗ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ ഈ കമ്പിയിലേക്ക് നമ്മുടെ ഷെയ്ഡ് നെറ്റ് അറ്റാച്ച് ചെയ്യുന്നത് ഇതുപോലൊരു ക്ലിപ്പ് ഉപയോഗിച്ചിട്ടാണ്. കണ്ടില്ലേ, നമ്മൾ ഗ്രീൻ നെറ്റൊക്കെ കയറ് കെട്ടിയോ അതിൻ്റെ കോർണറിൽ ചുരുട്ടി കെട്ടിയോ ഇട്ട് കഴിയുമ്പോഴേക്കും കുറേ ദിവസം കഴിയുമ്പോഴേക്കും പൊടിഞ്ഞു പോകും, അല്ലെങ്കിൽ ഷേപ്പില്ലാണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ഒരു ക്ലിപ്പ് വെച്ചിട്ടുള്ളത്. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോക്കിംഗ് സിസ്റ്റവും പിന്നെ കുറേ പല്ലുകളുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മുടെ ഷീറ്റിൽ കറക്റ്റായിട്ട് കടിച്ച് പിടിച്ചിരുന്നോളും, പെട്ടെന്ന് ഇളകി പോകത്തൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കമ്പി ഇതിനകത്തൂടെ സ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അതേ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിതിനകത്ത് പിടിപ്പിക്കാനും പറ്റും, നല്ല ഷേപ്പിലും കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. കൂടാതെ ഇതിനെ കറക്റ്റായിട്ട് ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഓപ്പണും ചെയ്യും ക്ലോസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. കണ്ടില്ലേ, നമ്മൾ ഈ ഒരു വയർ ഇതിനകത്ത് മുകളിൽ ആൾറെഡി വലിച്ച് കെട്ടിയിട്ടുണ്ട്, ഈ സൈഡിലും ആ സൈഡിലും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മളിതിനെ ക്ലിപ്പ് ചെയ്ത് പിടിപ്പിക്കുന്നത്. ബാക്കി പരിപാടികളെല്ലാം ഏണിയുടെ മുകളിൽ കയറിയിട്ടുള്ളതാണ്. ഞാൻ എന്തായാലും ക്യാമറ കൊണ്ട് മുകളിൽ കയറുന്നില്ല, സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇനി ഇതൊക്കെ ക്ലിപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ കറുത്ത വയറും അതുപോലുള്ള ഏതൊരു സ്റ്റേ വയറായാലും നമ്മുടെ പച്ചക്കമ്പി ആയാലും നമുക്ക് വലിച്ച് കെട്ടി നല്ല ടെൻഷനിൽ നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണിത്. കണ്ടില്ലേ, ഇത് നമ്മൾ അത്യാവശ്യം ടൈറ്റായിട്ട് നമ്മളെ കൂടെ വലിച്ച് കെട്ടാൻ പറ്റുന്ന അത്രയും ടൈറ്റായിട്ട് 2 എൻഡിലും കെട്ടിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ സാധനം ഒന്ന് കറക്കി കഴിഞ്ഞാൽ ഈ കമ്പി ഉണ്ടല്ലോ നമ്മൾ വലിച്ച് കെട്ടുന്ന സ്റ്റേ വയർ നല്ല ടെൻഷനായിട്ട് വയ്ക്കും.
ഇവിടെയുള്ള ഏകദേശം എല്ലാ വയറിലും ഞാനിത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചിട്ട് എളുപ്പത്തിൽ നമ്മൾ ഇവിടെയുള്ള പണി മിക്കവാറും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള സൂത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ എൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത് ആമസോണിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്, പല സൈസസിലും കിട്ടും. കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലിപ്പ്. കണ്ടില്ലേ, അതിനകത്ത് കുറേ പല്ലും ഒരു ക്ലിപ്പൊക്കെ സെൻറ്ററിലൊരു ക്ലിപ്പൊക്കെ വരുന്നുണ്ട്. ഇത് കറക്റ്റ് ക്ലോസ് ചെയ്ത് വയ്ക്കുമ്പോഴേക്കും അത് ഫുള്ള് ലോക്കായിട്ടിരിക്കുന്നൊരു രീതിയാണ്. പിന്നെ ഇതിൻ്റെ നടുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രൂവ് ഉണ്ട്. ഇത് വഴിയാണ് നമ്മൾ വയർ സ്ലൈഡ് ചെയ്ത് പോകുന്ന വയർ ഇടുന്നത്. അപ്പോൾ അതിനകത്തൂടെ ഈസി ആയിട്ട് പോകുന്നതാണ്. ഇതിനെ നമുക്ക് ഈ ഷീറ്റിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും. വേണമെങ്കിൽ ഒറ്റ ലെയറായിട്ട് വയ്ക്കാം. പക്ഷേ ഞാൻ മിക്കവാറും ചെയ്യുന്നത് കുറച്ചുകൂടെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഒന്നായിട്ട് മടക്കും. അതായത് ഒരു മടക്കൂടെ മടക്കിയതിന് ശേഷമാണ് ഇത് ക്ലിപ്പ് ഇട്ട് വയ്ക്കുന്നത്. ക്ലിപ്പ് ചെയ്യാൻ എളുപ്പമാണ്. ഈ പല്ല് വരുന്ന ഭാഗം ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഈ പല്ലെല്ലാം ഇങ്ങനെ പുറത്തോട്ട് വരും. കണ്ടില്ലേ. പിന്നെ അതിൻ്റെ സെൻറ്ററിലൊരു ക്ലിപ്പുണ്ട്. അത് നമ്മൾ മാക്സിമം കൈ കൊണ്ടൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ ക്ലിപ്പ് വീഴാൻ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടില്ലേ, ആ ക്ലിപ്പും പല്ലും ഒക്കെ പുറത്ത് വന്നതിന് ശേഷം ഇത് നമ്മുടെ വയറിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റേ വയറുണ്ടല്ലോ അതിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഇത് ക്ലോസ് ചെയ്താൽ മതി. ഒരു ക്ലിക്ക് സൗണ്ട് കേട്ട് ലോക്കായി വീഴും. കണ്ടില്ലേ. പിന്നെ ഇതായി പോകത്തൊന്നുമില്ല, നല്ല സ്റ്റഡി ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളും. നല്ല ബലത്തിൽ നല്ലൊരു ഗ്രിപ്പിൽ അവിടെ ഇരുന്നോളും. കണ്ടില്ലേ. ഇനി ഇളക്കിയെടുക്കാനായിട്ട് ഈ സെൻറ്ററിൽ ലോക്കൊന്ന് പുഷ് ചെയ്താൽ മതി. ഈസി ആയിട്ട് നമുക്കിതിനെ ഇളക്കിയെടുക്കാനും പറ്റും. കണ്ടില്ലേ. ഇത് ഷെയ്ഡ് നെറ്റ് വെട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ബിൽഡിംഗ് ഒക്കെ പണിയുന്ന ആൾക്കാർ ഗ്രീൻ നെറ്റ് വെച്ചൊക്കെ മറക്കാറുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഈസി ആയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റും. എത്ര വേണം സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, നല്ലോണം സ്ട്രെച്ച് ചെയ്തൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് വേണമെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ ഉടനെ തന്നെ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നതാണ്. shop.freshleaves.in ഹൈഡ്രോപോണിക്സിന് വേണ്ടതും പിന്നെ കുറച്ച് സീഡ്സൊക്കെ നമ്മളതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാലും മതി. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ പ്രശ്നമാണ്. നമ്മൾ മുന്നുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ചൂട് കുറയ്ക്കാനുള്ള എല്ലാ പരിപാടികളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് പരിപാടിയാണ് ഈ ഒരു ഷെയ്ഡ് നെറ്റ് വിരിക്കുക എന്നുള്ളത്. ഇത് കൂടാതെ നമുക്ക് വേറൊരു പരിപാടിയുടെ ചെയ്യാൻ പറ്റും. അതായത് കേരളത്തിലെ ക്ലൈമറ്റ് കഴിഞ്ഞാൽ മിക്കപ്പോഴും ചൂടും ഹ്യൂമിഡിറ്റിയും കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ പല പോളിയോ ഹൗസസും ഫെയിൽ ആവുന്നത്. അപ്പോൾ നമ്മുടെ കേരളം പോലുള്ള ട്രോപ്പിക്കൽ ക്ലൈമറ്റുകളിൽ സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. അതാണ് ഓപ്പണബിൾ ആയിട്ടുള്ള പോളിയോ ഹൗസസ്. അതായത് നമ്മുടെ റെയിൻ ഷെൽട്ടറിൻ്റെ പോളിയോ ഹൗസസിൻ്റെ റൂഫ് ആവശ്യമുള്ള സമയത്ത് തുറന്നു വയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കംപ്ലീറ്റ് നമ്മൾ പുറത്തൊരു ചെടി വയ്ക്കുന്ന അതേ എഫക്റ്റ് ആയിരിക്കും. പിന്നെ ഇതിന് ഇൻസൈഡെല്ലാം നെറ്റ് വെച്ചിട്ട് കവേർഡ് ആയിരിക്കും. അപ്പോൾ കീടങ്ങളൊന്നും വരത്തില്ല. പക്ഷേ ഈ റൂഫ് ഓപ്പൺ ആയതുകൊണ്ട് ഈ റേഡിയേറ്റഡ് ഹീറ്റ് അത് ഉള്ളിലോട്ടൊന്നും കയറി വരത്തില്ല. അത്യാവശ്യം നല്ല എയർ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഓപ്പണബിൾ ആയിട്ടുള്ള പോളിയോ ഹൗസസിനെ പറ്റി ഞാൻ ഈ റീസെൻ്റിലാണ് അറിയുന്നത്. അതിനെപ്പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. കാര്യങ്ങൾ അറിയുന്ന മുറയ്ക്ക് നിങ്ങളായിട്ട് വീഡിയോയിൽ ഷെയർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ കൃത്യമായിട്ട് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.